ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അപ്പോൾ അതാ അഞ്ചു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ചു ആദ്യം പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് ആ വഴി സ്കൂളിലേക്ക് പോകും. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പുറകെ ആയിട്ട് ഞങ്ങൾക്കും ഇറങ്ങണം. അപ്പം അഞ്ചുവിനെ ആദ്യം പറഞ്ഞു വിടണം. അപ്പോൾ അതിൻ്റെ കുറച്ച് തയ്യാറെടുപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യട്ടെ. അഞ്ചുതാ രാവിലെ തന്നെ റെഡിയായി. അഞ്ചിൻ്റെതായി ഇതാണ് കേട്ടോ യൂണിഫോം. ഇന്നത്തെ യൂണിഫോം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അഞ്ചു റെഡിയായി കഴിഞ്ഞു. ഇനി ഇപ്പം നേരെ പോകുന്നത് അഞ്ചു കുർബാനയ്ക്കാണ്. കുർബാന കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകും. അവിടെ ചാപ്പലിനോട് അടുത്ത് തന്നെയാണ് സ്കൂളും. അപ്പോൾ കുർബാന കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്കൂളിലേക്ക് പോകുള്ളൂ. പിന്നെ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരില്ല. കുർബാനയ്ക്കായിട്ട് അഞ്ചു ഇറങ്ങാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അഞ്ചുവിനെയൊക്കെ ഓർക്കുക. അഞ്ചു 9th സ്റ്റാൻഡേർഡിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അഞ്ചുവിന് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാം അല്ലേ? ഓക്കെ, അഞ്ചു പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊക്കെ പോണ്ടു. അപ്പം അഞ്ചുവിനെ ആദ്യം പറഞ്ഞു വിടാണ്. അപ്പം അഞ്ചുതാ പ്രാർത്ഥിച്ച് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. എത്രയും നീള മാതാവേ, അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥ ഉപേക്ഷിച്ചവരിൽ ഒരുവിനെങ്കിലും ഉപേക്ഷിച്ചായി ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് ഓർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നയിക്കുവാമേ. അപ്പം അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അഞ്ചുതാ പോകണം. ബൈ ബൈ. അപ്പോൾ ശരി, അഞ്ചുവിന് ഓൾ ദി ബെസ്റ്റ്. അഞ്ചും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് പോണേ. ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു. അങ്ങനെ അഞ്ചും കൂടെ പോയി. ഇനിതാ ഞങ്ങൾ രണ്ടുപേരും പോകണം. ഞങ്ങൾ റെഡിയായി. ഞങ്ങൾക്ക് ഇന്ന് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ. അപ്പോൾ പുതിയ സെഷൻ ആരംഭിക്കണം. 2025 പുതിയ സെഷൻ, പുതിയ ക്ലാസ്സുകളൊക്കെ ഇന്ന് ആരംഭിക്കുകയാണ്. ക്ലാസ് തുടങ്ങുന്നത് 7:45. 7:45. ഞങ്ങളിന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇത്തിരി നേരത്തെ ഇറങ്ങുന്നതാണ്. ഇനി ഇങ്ങനെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. മെയ് 16 വരെ. 17 തൊട്ട് ഹോളിഡേയ്സ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിതാ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങാണ്. അപ്പോൾ ബൈ ബൈ. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഓർക്കാം. ഓക്കെ, ബൈ. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാണ് സാറ്റർഡേയിലത്തെ അഞ്ചുവിൻ്റെ യൂണിഫോം. സാറ്റർഡേ അഞ്ചുവിന് ഇടേണ്ടത് ഇങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ്, പിന്നെ അതിൻ്റെ ഒപ്പം റെഡ് കളറിൽ കോട്ടിക്ക് ഹൗസ് കളർ. ഹൗസ് കളർ. ഞങ്ങളുടെ സ്കൂളിൽ 4 ഹൗസുകളുണ്ട്. അതിൽ റെഡാണ് അഞ്ചുവിന് കിട്ടിയേക്കണത്. അപ്പോൾ അഞ്ചുവിന് ഇടേണ്ടത് ഇതാ. അഞ്ചു ഇതാ പള്ളിയിലേക്ക് പോകണം. ഇന്ന് രാവിലെ ഇതാ ബാഗും പള്ളിയിലേക്ക് ഇടാനുള്ള ഷോളൊക്കെ ആയിട്ട് ഇത് അഞ്ചു ഇറങ്ങണം. അപ്പോൾ ശരി എന്നാൽ ഓക്കെ, ബൈ ബൈ. അപ്പം അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നു. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എണീറ്റ് ഇതാ വൈകുന്നേരം എടുക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാ വൈകുന്നേരത്തേക്കുള്ള ചോറ് ഇതാ അടപ്പിത്തണം. നമ്മുടെ UP അരി വെച്ചേക്കണം. അപ്പോൾ ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ റൈസ് കുക്കായിക്കോളും. പിന്നെ ഇന്ന് എനിക്ക് വൈകുന്നേരത്തിന് രസം ഉണ്ടാക്കണം. അപ്പോൾ രസം ഉണ്ടാക്കാനുള്ള തക്കാളിയാണ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഐറ്റംസൊക്കെ അതൊക്കെ ഇവിടെ ഒക്കെ റെഡി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് പാവയ്ക്ക് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ പാവയ്ക്ക് ഞാൻ കുറച്ച് മുമ്പ് കട്ട് ചെയ്ത് വെച്ചായിരുന്നു, ചായ പൊടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ പാവയ്ക്കയിൽ നമുക്കൊന്ന് പൊടികളൊക്കെ ഇട്ടൊന്ന് ഇത്തിരി നേരം ഒന്ന് തിരുമ്മി വയ്ക്കാം. എന്നിട്ട് രസം ഉണ്ടാക്കുമ്പോഴേക്കും ആ പൊടികളൊക്കെ ഒന്ന് അത് മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് പാവയ്ക്ക എടുക്കാം ആദ്യം. അപ്പോൾ ഞാൻ എന്താ പാവയ്ക്കോടെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ റൗണ്ടായിട്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വറുത്ത് കോരി എടുത്തിട്ട് നമ്മൾ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അതിൻ്റെ കൂടെ കുറച്ച് സവോളയും കൂടെ ഫ്രൈ ചെയ്തെടുത്താം. അപ്പോൾ മിക്സ് ആക്കാനായിട്ട് ഞാനിവിടെ ബേസനിലേക്ക് ഇടണമെന്ന് നമുക്കൊന്ന് തിരുമ്മി വയ്ക്കാനായിട്ടത്. പാവയ്ക്കയ്ക്ക് ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്കൊരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കുറച്ച് മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. റൈസിൻ്റെ വിസിൽ ഇതാ വരുന്നു. അപ്പോൾ ചോറെന്തായാലും എന്ത് ചോറിൻ്റെ പണി കഴിഞ്ഞു. റൈസ് കുക്കായി. അപ്പോൾ നമുക്കിനി റൈസ് നീക്കി വയ്ക്കാം. ഇത് ഞാനൊന്നിനി നല്ല പോലെ ഒന്ന് തിരുമ്മി വയ്ക്കാൻ പോകുന്നത് കുറച്ച് നേരം.
നമുക്കിനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് രസത്തിനായിട്ട് ഞാൻ തക്കാളി കട്ട് ചെയ്തെടുക്കണം. തക്കാളി നമുക്ക് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന തക്കാളിനും ഒരു കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണം. ഫ്രിഡ്ജിൽ നല്ല ഫ്രീസറിൽ നിന്ന് എടുക്കണം. ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന തക്കാളി കേട്ടോ. ഇങ്ങനെ നമ്മൾ വിൻ്റർ സീസണിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതും അതാ ഇപ്പോഴും നല്ല തണുത്തുറച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ പൈപ്പിൻ്റെ താഴെ കാണിച്ചൊന്ന് വാഷ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും അത് പൊക്കോളും. നമുക്കിതിൻ്റെ തൊലി വേണമെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ പൊളിച്ച് കളയുകയും ചെയ്യും. പിന്നെ എടുക്കാനും എളുപ്പം. സ്റ്റോർ ചെയ്ത തക്കാളി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇനി അതുള്ള കാരണം കൊണ്ട് ഉടനെ തന്നെ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രഷ് തക്കാളി പിന്നെ അധികം വാങ്ങിപ്പിച്ചില്ല ഈ ആഴ്ച. ഒന്ന് അടിച്ചെടുക്കണം ജാറിൽ. അപ്പോൾ നമുക്കിത് ഇപ്പം അടിക്കാൻ കറണ്ടില്ല. കറണ്ട് വന്നിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാം. ഇത്തിരി നേരം ഒന്ന് ഞാൻ ഇടയ്ക്ക് നീക്കി വെക്കുകയാണത്. ഇനി ഞാൻ പാവയ്ക്കയുടെ കൂടെ നമുക്ക് സബോള ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള സബോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ സ്കൂൾ തുറന്നു. ഇനിയിപ്പോൾ എനിക്ക് എന്നും വീഡിയോ ഇടാനൊന്നും ടൈം കിട്ടില്ല. നല്ല തിരക്കായിരിക്കും. പുതിയ ബാച്ച് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഒരുപാട് വർക്കുകളുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി നമ്മുടെ വീഡിയോസ് ഉണ്ടാവില്ല. എനിക്ക് പറ്റുന്ന പോലെ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. ഇത്രയും നാളുണ്ടായിരുന്ന മാതിരി എന്നും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാവണം. അപ്പോൾ അതാ നമ്മൾ സബോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ രസത്തിനായിട്ടൊരു ഹാഫ് സബോള ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പാവയ്ക്കയുടെ ഒപ്പം തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഈ സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ആ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ ആ ഒരു തണുപ്പൊക്കെ ഒന്ന് വിട്ട് കഴിയുമ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോയുടെ പ്യൂരിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റണം. ഇനി നമ്മൾ രസം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ രസത്തിനുള്ള കുറച്ച് ചെറിയുള്ളി, അപ്പോൾ ഞാൻ അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ടൊമാറ്റോ അടിച്ചെടുത്ത സെയിം ജാറിലേക്ക് തന്നെ ഇടണം കേട്ടോ. കാരണം ഇത് ഞാനിങ്ങനെ അടിച്ചെടുത്ത് ഞാൻ ഈ രീതിയിലൊക്കെയാണ് രസം ഉണ്ടാക്കാറ്. ഞങ്ങൾക്കൂടെ എല്ലാവർക്കും രസം ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ. അപ്പോൾ അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കൂടെ കീറിയിടുന്നുണ്ട്. പിന്നെ ചെറിയുള്ളി ഞാൻ ഇത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെറിയുള്ളി നന്നായി ചേർത്താൽ രസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഫുൾ ചെറിയുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇത്തിരി ജീരകമാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ജീരകം നമ്മൾ അരച്ചെടുക്കണതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് ആയിട്ട് നമ്മൾ അടിച്ചെടുക്കാൻ പോകണം. നമ്മൾ അരച്ചെടുക്കാനെടുത്ത ഐറ്റംസുകളെല്ലാം ഒരിത് നല്ലപോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നീക്കി വയ്ക്കാം. അപ്പോഴേക്കും ഇതേ അഞ്ജുവിന് ആപ്പിൾ വേണമെന്നും പറഞ്ഞ് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആപ്പിൾ ഇരിക്കേണ്ട ഫ്രിഡ്ജിനകത്ത്. എന്നാൽ അത് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച് എന്നാൽ അത് കട്ട് ചെയ്യണം. ഇപ്പോൾ കിട്ടുന്ന ആപ്പിളിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ തൊണ്ടൊന്നും കളയേണ്ട ആവശ്യമില്ല.
മധുരമൊക്കെ കുറവുള്ള സമയത്തൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞ് ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ തൊണ്ട് കൂട്ടി കടിച്ചാലും നല്ല മധുരം, അതുകൊണ്ട് ഞാൻ തൊണ്ടൊന്നും കളയുന്നില്ല. ഇപ്പോൾ സമയവും ഇല്ല, പിന്നെ നല്ല മധുരമുള്ള ആപ്പിളും കൂടി ആയതുകൊണ്ട് അങ്ങനെ കളയാൻ തോന്നുന്നുമില്ല. നല്ല മധുര, പഞ്ചസാരയിൽ മുക്കിയെടുത്ത പോലത്തെ മധുരം, നല്ല മധുരമുണ്ട്. ഇതുകൊണ്ട് ഞാൻ അഞ്ചൂറ് കൊടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡി ചെയ്യണം. അപ്പോൾ ഞാൻ രസം ഉണ്ടാക്കാനുള്ള പാൻ അടപ്പത്ത് വയ്ക്കുകയാണ്. ഞാൻ എളുപ്പത്തിൽ രസം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഈ രസം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളിതുവരെ ഞാൻ ഉണ്ടാക്കുന്ന ഈ മെത്തേഡിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് മാറ്റി നോക്കിക്കോളൂ, ഇങ്ങനെ നല്ലതാണോ എന്നൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഓയിലൊക്കെ ഇതാ അവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കണം. ഈ അടുത്ത് ഞാൻ എന്താ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹാഫ് സബോള അതും കൂടി ഇട്ട് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എൻ്റെ അടുത്ത് കറിവേപ്പിലില്ല, ഞങ്ങൾക്കിവിടെ ഇപ്പോൾ കറിവേപ്പില കിട്ടുന്ന ടൈമല്ല, അപ്പോൾ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഞാൻ അരച്ചെടുത്തായിരുന്നു, പിന്നെ ഇത്തിരി പേസ്റ്റും കൂടെ അത് ചേർക്കുന്നുണ്ട്, ജിഞ്ചറും ഗാർലിക്കും. അപ്പോൾ നമ്മൾ ഇട്ടായിരുന്ന സവോള ഒന്ന് ചെറുതായൊക്കെ ഒന്ന് വഴന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ അരച്ചെടുത്ത ചെറിയുള്ളിയും പച്ചമുളക്, കുരുമുളക്, ജീരകം അതിൻ്റെ പേസ്റ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഈ സമയത്ത് ചേർക്കണം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഇതെല്ലാം കുക്കായിട്ടുണ്ട്. ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ആവശ്യമുള്ള പൊടികളൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർക്കുന്ന ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനായിട്ട് കുറച്ച് മുളക് പൊടി. നമ്മൾ ഓൾറെഡി കുരുമുളക് ചേർത്തേക്കുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ LG കായം ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് കായം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ എന്താ ഇതിനകത്തേക്ക് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കണം. ഞാനുണ്ടാക്കുന്ന മെത്തേഡ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറവോ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കമൻറ്റിൽ കൂടെ ഒക്കെ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ അതെനിക്കും ഒരു പുതിയ അറിവായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എനിക്കും ആ ഒരു ചേഞ്ചസ് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമുക്ക് മാറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ നിങ്ങൾ. ഇതും വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. രസം നല്ലൊരു അടിപൊളി ടേസ്റ്റായിട്ട് വരും. ഇനി ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ ഒരു കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം എന്താ ചേർത്ത് കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിന്, നമുക്ക് എരിവും എല്ലാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. ഇനി ഞാൻ വെള്ളം എടുത്ത് നമ്മളുടെ ടൊമാറ്റോ പ്യൂരിയുടെ ആ ഒരു ബൗളും നല്ലപോലെ ഇതിനകത്തേക്ക് കഴുകി ഒഴിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ അടിച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതും ജാറും നല്ലപോലെ ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം. നമുക്ക് രസം എത്രത്തോളം വേണോ അത്രയും വെള്ളം നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇന്ന് രാത്രിയിലേക്കും അതുപോലെ നാളെ ഉച്ചക്കാലത്തേക്കും കൂടെ കരുതിയിട്ട് ഉണ്ടാക്കുന്നത്. കാരണം നാളെ ഞങ്ങൾക്ക് രാവിലെ തന്നെ സ്കൂളിൽ പോകേണ്ടതാണല്ലോ.
അപ്പോൾ ഉച്ചക്കാലത്തേക്കും കൂടെ കരുതിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ എന്താ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ രസത്തിൻ്റെ പാൻ ഇപ്പുറത്തേക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാൻ പോകും. നമ്മുടെ പാവയ്ക്ക നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാം. അപ്പോൾ പാവയ്ക്ക ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ആദ്യം സബോളയാണ് ഫ്രൈ ചെയ്ത് കോരുന്നത്. അല്ലെങ്കിൽ ആ സെയിം ഓയിലിൽ നമ്മൾ പിന്നെ സബോള ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ സബോളയ്ക്ക് ചെറിയൊരു കൈപ്രസം വരും. അപ്പോൾ ആദ്യം സബോള ഫ്രൈ ചെയ്തിട്ട് മാറ്റിയിട്ട് പിന്നെ പാവയ്ക്ക ഫ്രൈ ചെയ്താൽ അപ്പോൾ പിന്നെ ആ പ്രോബ്ലം ഉണ്ടാവില്ല. സബോള ഒട്ടും പാവയ്ക്കയുടെ ടേസ്റ്റ് സബോളയുമേ ഉണ്ടാവില്ല. ആ ഒരു മധുര രസമായിരിക്കും. നമ്മുടെ പാൻ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ സബോളയൊക്കെ ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ. ഇവിടെ നമ്മുടെ രസം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലപോലെ ഒരു 2-3 തിളയൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ഓഫാക്കാറുണ്ട് കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കി വയ്ക്കാം. ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ രസത്തിൻ്റെ ഫ്ലെയിം ഇതാ ഓഫാക്കണം കേട്ടോ. ഫ്ലെയിം ഓഫാക്കി നമ്മുടെ രസം റെഡിയായി. സവോളയിൽ നമുക്ക് മൊത്തം അത് വഴറ്റിയിട്ട് വേണം മാറ്റി വയ്ക്കാനായിട്ട്. പിന്നെ സവോള വഴറ്റി വെച്ചിട്ട് വേണം എനിക്ക് പാവയ്ക്ക ഇതേപോലെ തന്നെ വഴറ്റി നല്ലപോലെ ഫ്രൈ ചെയ്ത് അതും മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ഞങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഫുഡാണ്. റൈസിൻ്റെ കൂടെ രസവും പാവയ്ക്ക ഫ്രൈയും അത്രയും ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷനായി. ബാക്കിയുള്ളത് എനിക്ക് രാവിലത്തേക്ക് ചപ്പാത്തിക്കൊക്കെയുള്ള കറിക്ക് കാര്യങ്ങൾക്കൊക്കെ ഇനി പ്രിപ്പയർ ചെയ്യാനുണ്ട്. കുറച്ച് എൻ്റെ പ്രിപ്പറേഷൻ ബാക്കി കിടക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. വേണ്ടി നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.